ഇതേ ഇച്ചിരി വാഴക്കൂമ്പ് അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താണ്. ഇതാണ്ടോ നല്ല കുഞ്ഞായിട്ട് കുനുകുനാന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് തോരൻ വയ്ക്കുന്നതെന്നുള്ളതൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടോ. ആദ്യം ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ശകലം കടുകിട്ടിട്ട് ഇതാണ്ട ഒരല്പം ഉഴുന്നുകൂടെ ഒന്ന് ഇടുവാണേ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചുവന്ന് വരണ സമയം നമുക്കൊരു മുളകും കറിവേപ്പിലയും കൂടെ ഇടാം. ഈ വാഴയുടെ ഏത് വാഴയുടെ കൂമ്പ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഈ ഉഴുന്ന് ഒന്ന് ചുവന്ന് വരുമ്പോൾ നമുക്ക് ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ആ വാഴക്കൂമ്പ് ഒന്ന് ഇതിലോട്ടൊന്ന് തട്ടി ഒരല്പം ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് അടച്ചിടാം. ഏത് തരം വാഴയുടെ കൂമ്പ് വേണമെങ്കിലും നമുക്കെടുക്കാം. ഏത്തനായാലും പാളയംതൊടനായാലും ഏതും, കപ്പ ഇച്ചിരി നല്ല കയ്പ്പായിരിക്കും. ബാക്കിയുള്ളതൊക്കെ ഏത് കൂമ്പ് വേണമെങ്കിലും നമുക്ക് തോരൻ വയ്ക്കാം. ഇത് ഏത്തൻ്റെ കൂമ്പാണേ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് കിടന്നൊന്ന് വേവട്ടെ, ഒന്ന് അടച്ചിട്ടിട്ട് നമുക്ക് ഇനി ഇതിന് ഒരു കൂട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇതൊന്ന് അടച്ചിടാവേ. ഒരു കൂട്ടുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇച്ചിരി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരല്പം മുളക് പൊടി, ഒരല്ലി വെളുത്തുള്ളി ഇടാം. ജീരകം വേണ്ട കേട്ടോ. കടുക് ഇത് ഉഴുന്നിട്ടേക്കുന്നത് കൊണ്ട് ജീരകം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഇടുന്നില്ല. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതാണ്ടോ. എന്നിട്ട് നമുക്ക് ഇതിന് ആ വാഴക്കൂമ്പിലോട്ടൊന്ന് ഇട്ടിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് വച്ച് കഴിക്കണം, ഭയങ്കര ടേസ്റ്റാണ്. ഒരു വിഷാംശവും ഒന്നും ഇല്ലാത്തതാണ്. നമുക്ക് വാഴക്കൂമ്പ് എവിടെ കിട്ടുവാണെങ്കിലും നിങ്ങൾ കളയാതെ എടുക്കുക. ഇതൊന്ന് തോരൻ വയ്ക്കാനായിട്ട് ഒന്ന് അടച്ചിടാം ഒരു 2 മിനിറ്റ്. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് നോക്കാം. എല്ലാം റെഡിയായി വെന്തിട്ടുണ്ട്. കണ്ടോ, ആ കളറൊന്നും നിങ്ങൾ ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. കളർ ഇങ്ങനെ ഇരിക്കുള്ളൂ. കൂമ്പ് തോരൻ വെച്ചാൽ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. നമുക്കൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം. കണ്ട അടിപൊളി വാഴക്കൂമ്പ് തോരൻ എന്താ ടേസ്റ്റ് എന്നറിയാമോ? ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ കൂമ്പ് കിട്ടുവാണെങ്കിൽ ഒന്ന് കറി വെച്ച് കഴിക്കണേ. ഓക്കെ, ബൈ.